24 ബിഗ് എക്സ്ക്ലൂസീവ്. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ വീഴ്ചകൾ എണ്ണിപ്പറയുകയാണ് CPIM അവലോകന റിപ്പോർട്ട്. നേതാക്കളുടെ ആഡംബര ജീവിതശൈലി അവമതിപ്പുണ്ടാക്കി. നേതാക്കൾ പെരുമാറ്റം നന്നാക്കണം. തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യവും പ്രകടന പത്രികയും ആകർഷകമായില്ല. തളിപ്പറമ്പിലെയും പയ്യന്നൂരിലെയും സ്ഥാനാർത്ഥി നിർണയത്തിൽ സംസ്ഥാന നേതൃത്വത്തിന് വീഴ്ചയെന്നും ആ റിവ്യൂ റിപ്പോർട്ടിൽ പറയുന്നു. ഏരിയ കമ്മിറ്റി തലം വരെ നടന്ന ചർച്ചകൾ ക്രോഡീകരിച്ച് സംസ്ഥാന സമിതി തയ്യാറാക്കിയ അവലോകന റിപ്പോർട്ടിലാണ് പോരായ്മകളെ CPIM സ്വയം വിമർശനപരമായി സമീപിച്ചിരിക്കുന്നത്. പാർട്ടിക്കകത്ത് കടന്നു വന്നിട്ടുള്ള തെറ്റായ പ്രവണതകൾ പലയിടത്തും അവമതിപ്പുണ്ടാക്കിയിട്ടുണ്ട്. സഹകരണ ബാങ്ക് ക്രമക്കേടുകൾ ഈ സ്ഥിതിവിശേഷം സൃഷ്ടിക്കാൻ കാരണമായി. ചിലർ ആഡംബര ജീവിതശൈലി സ്വീകരിക്കുന്നതും ജനങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കിയിട്ടുണ്ട്. നേതാക്കളുടെയും പ്രവർത്തകരുടെയും പെരുമാറ്റത്തെ സംബന്ധിച്ച് പല മേഖലകളിൽ നിന്നും പരാതികളുണ്ടെന്നും അവലോകന റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ഇക്കാര്യത്തിൽ ജനസൗഹൃദപരമായ സമീപനത്തിലേക്ക് സ്വയം മാറേണ്ടതുണ്ടെന്നാണ് അവലോകന റിപ്പോർട്ട് ആവശ്യപ്പെടുന്നത്. LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന തിരഞ്ഞെടുപ്പ് മുദ്രാവാക്യത്തിന് മുൻ തിരഞ്ഞെടുപ്പുകളിലേതുപോലെ ജനങ്ങളെ വേണ്ടത്ര ആകർഷിക്കാൻ കഴിയില്ലെന്നും അവലോകന റിപ്പോർട്ട് തുറന്ന് സമ്മതിക്കുന്നു. പ്രകടന പത്രികയും ആകർഷകമായില്ലെന്നാണ് വിമർശനം. തളിപ്പറമ്പിലെയും പയ്യന്നൂരിലെയും സ്ഥാനാർത്ഥി നിർണയത്തിൽ സംസ്ഥാന നേതൃത്വത്തിന് പങ്കൊന്നുമില്ലെന്ന MV ഗോവിന്ദന്റെ പ്രതികരണത്തെ തിരുത്തുന്ന പരാമർശവും തിരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിലുണ്ട്. കണ്ണൂർ ജില്ലാ കമ്മിറ്റി ശുപാർശ ചെയ്ത സ്ഥാനാർത്ഥികളുടെ പേരുകൾക്ക് അനുമതി നൽകുമ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിനും സംസ്ഥാന സമിതിക്കും വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടിലെ പരാമർശം. R. ശ്രീജിത്ത്, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.